ജനപ്രതിനിധിയും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സി.കെ. ഉണ്ണിത്താന്റെ അനുശോചന യോഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായംകുളം ടൗൺ ഗവൺമെന്റ് UPSലായിരുന്നു യോഗം നടത്തിയത്. അന്തരിച്ച സി.കെ. ഉണ്ണിത്താന്റെ അനുശോചന യോഗം കായംകുളം ഗവൺമെന്റ് ടൗൺ UP സ്കൂളിൽ നടന്നു. അദ്ദേഹത്തിന്റെ ചില ചിത്രകോപം ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനകത്ത്, അത് പൊളിറ്റിക്കലാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും സൗഹൃദത്തിൽ പോലും, പിന്നീട് സഹപ്രവർത്തകനായപ്പോൾ ഞങ്ങൾ പലപ്പോഴും വലിയ രൂപത്തിൽ ഇക്കാര്യം തർക്കിച്ചിട്ടുണ്ട്. ആ വർഷം തന്നെ മുകളിൽ നിന്നും മാറുകയും പിന്നീട് രാമാനന്ദ സാർ മറ്റും ട്യൂട്ടോറിയൽ നടത്തിയിരുന്ന അപ്പുറത്തെ വശത്തേക്ക് മാറുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ ഓഡിറ്റോറിയത്തിൻ്റെ തെക്കേറ്റം. ഈ ട്യൂട്ടോറിയൽ അധ്യാപകർക്കൊരു പ്രത്യേകത, രാവിലത്തെ ഒരു 8 മണി മുതൽ 9:30 വരെയുള്ള ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് 4 മണി വരെയുള്ള സമയം ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം. ചുറ്റുവളങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈ ദീപ്തി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജനസേവനി വായനശാല, വലിയ പ്രസിദ്ധമായ വായനശാലയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും അവിടുത്തെ പ്രവർത്തന കാലയളവിൽ ഈ മനുഷ്യൻ വായിച്ചു തീർത്തിട്ടുണ്ടാകും. കാരണം രാവിലെ 7 മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ ക്ലാസ്സും കഴിഞ്ഞ് ചർച്ചയൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് അവിടുന്ന് പുറപ്പെടുന്നത്. കായംകുളം നഗരസഭ 1-ാം വാർഡ് കൗൺസിലർ മുബീറസ് ഓടനാട് അധ്യക്ഷത വഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB പ്രശാന്ത്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഖിൽ ST, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജേന്ദ്രൻ S, രാമപുരം ചന്ദ്രബാബു, രാമാനന്ദൻ D. അയ്യപ്പൻ, N. ശ്രീകുമാർ, ഗിരീഷ് കുമാർ, ഹാമിദ്, K. കൃഷ്ണപിള്ള, പ്രഭാഷ് പാലാഴി, ചീരാമത്ത് റഹീം, സൂര്യ മുഹമ്മദ്, റഹ്ന റിയാസ്, ഹെന്ന, അനസ് ഇർഫാനി, വിശ്വകുമാർ B, വിജയൻ കൈമുറി, റാഷിദ് ഓടനാട് എന്നിവർ അനുശോചന പ്രസംഗം നടത്തി. ഹുസൈൻ ചിറ്റക്കാട്, EP ഹക്കീം തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.